തൊടുപുഴ ചുങ്കത്ത് നിന്ന് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി. കലയന്താനി ചെത്തിമറ്റത്തെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബിജുവിന്റേത് കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. തൊടുപുഴ കലയന്താനിക്ക് സമീപം ചെത്തിമറ്റത്താണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. തൊടുപുഴ ചുങ്കം മുളയിങ്കൽ ബിജു ജോസഫിനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായ ദേവമാത കേറ്ററിംഗ് സ്ഥാപന ഉടമ കലയന്താനി തേക്കുംകാട്ടിൽ ജോമോൻ ജോസഫ്, കൊട്ടേഷൻ സംഘാംഗങ്ങളായ എറണാകുളം ഇടമനക്കാട് പള്ളത്ത മുഹമ്മദ് അസ്ലം, കണ്ണൂർ ചെറുപുഴ കളരിക്കൽ ജോമിൻ കുര്യൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള കാപ്പാക്കേസ് പ്രതിയായ ആഷിഖ് ജോൺസണെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ജോമോനെ ആലുവയിൽ നിന്നും മറ്റു 2 പ്രതികളെ എറണാകുളത്തു നിന്നുമാണ് പിടികൂടിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണുപ്രദീപ് പറഞ്ഞു. ഇവര് തമ്മിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ വന്നിട്ടുണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു വർഷം പ്രകാരം അവർ അന്ന് രാവിലെ ഇയാളെ കിഡ്നാപ്പ് ചെയ്തതായിട്ടും വണ്ടിയിൽ വെച്ചിട്ട് തന്നെ മർദ്ദിച്ചതായിട്ടാണ് മനസ്സിലാവുന്നത്. വണ്ടിയിൽ വെച്ചിട്ട് ആൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ ആ ഗോഡൌണിൽ പോയിട്ട് ബോഡി ഡിസ്പോസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലാവുന്നത്. അല്ല, ഇതുവരെ ഉള്ളതിൽ മനസ്സിലായിട്ടില്ല. അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നു വരികയാണ്. അത്ര ബേസിക്കലി ഈ മരിച്ച ആളുടെ ഇഷ്യൂസും മറ്റുമൊക്കെ പറ്റി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടായി. അപ്പോൾ കൂടുതലും ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒരുപാടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടാണ് ഇതിനെപ്പറ്റി ഇതിലേക്ക് കൂടുതൽ. വ്യാഴാഴ്ച രാവിലെ മുതലാണ് ബിജുവിനെ കാണാതായത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഭാര്യ മഞ്ജു തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ജോമോന്റെ ഡ്രൈവർ കൂടിയായ ജോമിനിലൂടെയാണ് ഇത്തവണത്തെ കൊട്ടേഷൻ ടീമിലേക്ക് എത്തിയത്. കാറിനുള്ളിൽ വെച്ച് മർദ്ദിക്കുകയും ശബ്ദം പുറത്തുവരാതിരിക്കാൻ ബിജുവിന്റെ കഴുത്തിനെ ചവിട്ടിപ്പിടിക്കുകയും ചെയ്തു. ഇതോടെ ബിജു മരിക്കുകയായിരുന്നു. തുടർന്ന് മാലിന്യക്കുഴിയുടെ മാൻഹോളിൽ മൃതദേഹം പ്രതികൾ ഒളിപ്പിച്ചു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഏറെ ശ്രമകരമായാണ് മൃതദേഹം പുറത്തെടുത്തത്.